20-ാം നൂറ്റാണ്ടിനെ ഇത്ര ആഴത്തിൽ സ്വാധീനിച്ച മറ്റൊരു ശാസ്ത്രജ്ഞൻ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ബെർണലിനെ പരിഷത്തിന് അറിയാം. പരിഷത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ പലതും ബെർണനാൽ പ്രചോദിതമാണെന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ബെർണലിൻ്റെ ഒരു ഭാഗം മാത്രമേ നമുക്കറിയൂ. സോഷ്യൽ ഫങ്ഷൻ ഓഫ് സയൻസും സയൻസ് ഇൻ ഹിസ്റ്ററിയും നമ്മൾ തർജ്ജമ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പുസ്തകം വായിക്കുമ്പോഴാണ് ബെർണൽ അതിലൊക്കെ അപ്പുറമുള്ള ഒരു വലിയ സാധനമാണ്. ഒരു മനുഷ്യായുസ്സിൽ ഇത്രയൊക്കെ പ്രവർത്തനം ഒരാൾക്ക് ചെയ്തു തീർക്കാൻ സാധിക്കുമോ എന്ന അത്ഭുതത്തിലാണ് കഴിഞ്ഞ ഒരു ദിവസം മുഴുവനായിട്ട് ഞാൻ 2 ദിവസമായിട്ടുള്ള പുസ്തകം കിട്ടിയിട്ട് അപ്പോൾ വായിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ആലോചിക്കുന്ന മുഴുവൻ ഇതാണ്, എങ്ങനെ ഒരാൾക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുക. അദ്ദേഹം ഒരു അസാധ്യ ശാസ്ത്രജ്ഞനായിരുന്നു. നമ്മുടെ ശാസ്ത്രപ്രചാരകരെയൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അവർ ശാസ്ത്രജ്ഞരാണോ എന്ന് വെച്ചാൽ ആണ് എന്ന് പറയാനല്ലാതെ എത്രത്തോളം അവർക്ക് ശാസ്ത്രത്തിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നുണ്ടെന്നുള്ള കാര്യം എപ്പോഴും പ്രശ്നമായിട്ട് വരും. ബെർണലിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഒരേ സമയം അദ്ദേഹത്തിന് ഗാഢമായ സ്നേഹമായിരുന്നു ശാസ്ത്രത്തോട്. ശാസ്ത്രത്തിൻ്റെ മേഖലയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള സംഭാവനകളെ കുറിച്ച് മാത്രം ഇതുപോലെ പുസ്തകം എഴുതാൻ പറ്റും. എക്സ്റേ ക്രിസ്റ്റലോഗ്രാഫി അർവിജി പറഞ്ഞു. അതിൽ നിന്ന് തുടങ്ങി ഇന്ന് നമ്മളൊക്കെ ചർച്ച ചെയ്യുന്ന നവജീവശാസ്ത്രത്തിൻ്റെ അനവധി മേഖലകൾ, പ്രോട്ടീൻ്റെ ഘടന, ജീവൻ്റെ ഘടന, DNA-യുടെ കണ്ടുപിടുത്തത്തിലേക്കൊക്കെ ക്രീക്കിനെയും ഒക്കെ നയിച്ച അതിൻ്റെ അടിസ്ഥാന സംഗതികൾ ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ഗ്രാഫൈറ്റിൻ്റെ സ്ട്രക്ചർ. ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, ഇദ്ദേഹം തുടങ്ങുന്നത് ജോഗ്രഫിയിൽ നിന്നാണ്. സ്കൂളും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് മാത്തമാറ്റിക്സ് പൊതുവെ വലിയ ഇഷ്ടമാണ്. അതിൽ നിന്ന് ജോഗ്രഫിയിലേക്ക് എത്തി. ജോഗ്രഫിയിൽ നിന്നെത്തി ഭൗതിക ശാസ്ത്രത്തിൽ കുറച്ച് നേരം. അത് മാത്രമായിട്ട് പറ്റുന്നില്ല. കെമിസ്ട്രി പഠിക്കുന്നു. അവസാനം എന്തിലാണ് സ്പെഷ്യലൈസ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ക്രിസ്റ്റലോഗ്രഫി, ബ്രാഗിൻ്റെ പേര് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ രൂപം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് പരീക്ഷിച്ച് നോക്കാം. തൻ്റെ ജോഗ്രഫി പരിജ്ഞാനം, അതിന് ജോഗ്രഫിയും ക്രിസ്റ്റലോഗ്രാഫിയും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട്. അങ്ങനെയാണ് തുടങ്ങുന്നത്. പക്ഷേ അവിടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രമായിട്ട് നിൽക്കാൻ പറ്റില്ല. അത് ഒരു വലിയ റിയലൈസേഷനാണ്. ശാസ്ത്രത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും തമ്മിലുള്ള ബന്ധം ഉടനീളം കാത്തു സൂക്ഷിക്കാൻ ഇദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രമായിട്ട് നിർത്താൻ പറ്റില്ല. ഭൗതികശാസ്ത്രവും ജീവശാസ്ത്രവും ഒക്കെ കൂടിക്കലരുന്ന, അത് പിന്നീട് സമൂഹത്തിൻ്റെ ഘടനയായിട്ട് ശാസ്ത്രത്തിൻ്റെ പരസ്പര ബന്ധവും ശാസ്ത്രവും സമൂഹവും തമ്മിലുള്ള ബന്ധവും അനുക്രമമായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വികസ്വരമായിട്ടൊന്ന് കാണാൻ പറ്റും. കാംബ്രിഡ്ജിലെ ശാസ്ത്രജ്ഞ കൂട്ടത്തിലെ അന്ന് ഒരുപാട് ആൾക്കാരുണ്ട്. ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത, 20-ാം നൂറ്റാണ്ടിൽ നമ്മൾ കേൾക്കുകയും നമ്മളെ പ്രചോദിപ്പിക്കുകയും ചെയ്തിട്ടുള്ള മിക്കവാറും എല്ലാ ബുദ്ധിജീവികളുടെയും പേര് ഇതിനകത്ത് കാണാം. ശാസ്ത്രജ്ഞന്മാർ മാത്രമല്ല. നീഥാമിൻ്റെ പേര് കേട്ടിട്ടുണ്ടാവും. ബെർണലിനെ പോലെ തന്നെ വളരെ പ്രസിദ്ധനാണ് ഈ നീഥാം. ചൈനീസ് സയൻസിനെ കുറിച്ച് ബെർണലിൻ്റെ കൂടെ എംബ്രിയോ സയൻസിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരുന്ന ആളാണ് നീഥാം. അത് മാറ്റി അദ്ദേഹം ചൈനയുടെ ശാസ്ത്രത്തിൻ്റെ ഉൽപ്പത്തി തേടി പോവുകയാണ് ചെയ്തത്. 10-12 വോളിയുള്ള വലിയൊരു പുസ്തകമാണ് ഇതിന്. ബെർണലിനെക്കാളും വലിയ പഠനമാണ് ചൈനീസ് സയൻസിനെ കുറിച്ച് അദ്ദേഹം നടത്തിയത്. മോറിസ് കോൺഫോർത്ത് എന്ന് പറഞ്ഞൊരു പേര് നിങ്ങൾക്ക് മാർക്സിസം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന മുഴുവൻ ആൾക്കാർക്കും അറിയാം. മോറിസ് കോൺഫോർത്തിൻ്റെ ഫണ്ടമെന്റൽസ് ഓഫ് മാർക്സിസം അന്നത്തേക്ക് ഒരു സംഗതിയാണ്. അദ്ദേഹത്തിൻ്റെ സ്വന്തം ഫ്രണ്ടാണ്. അങ്ങനെ എത്രയെത്ര ബ്രാക്കറ്റ്, വളരെ പ്രസിദ്ധനായിട്ടുള്ള സമാധാന പ്രവർത്തകനുമൊക്കെ ആയിട്ടുള്ള ഡേവിഡ് ഗസ്റ്റ്, പിന്നെ ഹാൽഡെയിൻ അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത ഫ്രണ്ടാണ്, സുഹൃത്താണ്. ഹാൽഡെയിനും അതേപോലെ തന്നെ ജൂലിയറ്റ് ഐറീൻ ക്യൂറിമാർ, രണ്ടുപേരും വലിയ ശാസ്ത്രജ്ഞരും, മാഡം ക്യൂറിയുടെ മകളും മകളുടെ ഭർത്താവും. അവിടുന്ന് അങ്ങോട്ട് തുടങ്ങി പിക്കാസോ, ജവഹർലാൽ നെഹ്റു ഒക്കെ അടക്കമുള്ള അന്ന് 20-ാം നൂറ്റാണ്ടിൻ്റെ സ്വഭാവം നിർണ്ണയിക്കുന്നതിൽ ശാസ്ത്രത്തിൻ്റെ ഭാഗത്തുനിന്നും സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ ഭാഗത്തുനിന്നും രാഷ്ട്രീയത്തിൻ്റെ ഭാഗത്തുനിന്നും ഒക്കെ ബന്ധപ്പെട്ടുള്ള മുഴുവൻ ആളുകളെയും നിരന്തരമായിട്ട് ഇദ്ദേഹം സമ്പർക്കപ്പെടുന്നത് കാണാം. അത് കൃത്രിമമായിട്ടല്ല, സ്വാഭാവികമായി. കാരണം ശാസ്ത്രത്തെക്കുറിച്ചുള്ള ഇദ്ദേഹത്തിൻ്റെ അവബോധം പതുക്കെ വികസിച്ചു വന്നത് ശാസ്ത്രം അസാധാരണമായ ശക്തിയുള്ള ഒരു ഉപകരണമാണ്. ഒരു സാധ്യതകൾ അത് വേണ്ടത്ര ഇപ്പോഴും മനുഷ്യരാശി തിരിച്ചറിഞ്ഞിട്ടില്ല. ഈ സ്നേഹത്തിൽ നിന്നുദിക്കുന്നു എന്ന് കുമാരനാശാൻ്റെ പദ്യം ശാസ്ത്രത്തിൽ നിന്ന് എന്ന് ചെറുതായിട്ടൊന്ന് വരി മാറ്റിയാൽ അത് ബെർണലിൻ്റെ ചിന്തയായിട്ട് മാറും. ശാസ്ത്രത്തിൻ്റെ അസാധാരണമായ ലോകത്തെ മനസ്സിലാക്കാനും മാറ്റിമറിക്കാനുള്ള ശാസ്ത്രത്തിൻ്റെ കഴിവിലുള്ള അദ്ദേഹത്തിൻ്റെ ഘട്ടം ഘട്ടമായി വികസിച്ചു വന്ന
ധാരണ. ആ ധാരണ എങ്ങനെയൊക്കെ സമൂഹത്തിൽ എത്തിക്കാൻ പറ്റുമോ എന്നതിൻ്റെ പരിശ്രമം, അതിൻ്റെ ഒരു ഭാഗം അദ്ദേഹത്തിൻ്റെ ഗവേഷണം തന്നെ. മറ്റൊന്ന് ശാസ്ത്രവും സമൂഹവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള അന്വേഷണം. അതാണ് സോഷ്യൽ ഫങ്ഷൻ ഓഫ് സയൻസ് ആയിട്ട് മാറിയത്. സോഷ്യൽ ഫങ്ഷൻ ഓഫ് സയൻസിൻ്റെ പ്രസിദ്ധീകരണത്തോടു കൂടി അദ്ദേഹം ഉദ്ദേശിക്കാത്ത രീതിയിൽ ശാസ്ത്രത്തിൻ്റെ ഒരു പുതിയ സിദ്ധാന്തം തന്നെ ഉണ്ടാവുന്നു. പി ഗോവിന്ദപിള്ളയൊക്കെ പറയുന്ന പോലെ സയൻസ് ഓഫ് സയൻസ്, ശാസ്ത്രത്തിൻ്റെ ശാസ്ത്രം. ശാസ്ത്രം ഇങ്ങനെ പലതായി കിടക്കേണ്ട ഒന്നല്ല, ഇതിന് മൊത്തത്തിലൊരു ആകത്തുക എന്നൊരു സ്വഭാവമുണ്ട്. ശാസ്ത്രത്തിന് എന്തിനായിരിക്കണം ശാസ്ത്രം? ചില സ്ഥലത്ത് വളരെ വ്യക്തമായി അദ്ദേഹം പറയുന്നുണ്ട്, ലോകത്ത് പട്ടിണിയും ദാരിദ്ര്യവും യുദ്ധവും നിലനിൽക്കുകയും അതിനുള്ള ഉപകരണമായിട്ട് ശാസ്ത്രം ഉപയോഗിക്കുകയും ചെയ്യപ്പെടുക എന്നുള്ളത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സംഗതിയാണ്. അതിനെ നേരെ തിരിച്ച് സമൂഹത്തെ വിമോചനത്തിലേക്ക് നയിക്കാൻ, എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാനുള്ള ഏറ്റവും ശക്തമായ ശക്തിയായിട്ട് മുഴുവൻ ആളുകളുടെയും, ആർ വി ജി പറഞ്ഞ പോലെ ശാസ്ത്രജ്ഞൻ്റെ കയ്യിലല്ല, മുഴുവൻ ആളുകളുടെയും കയ്യിൽ ഉപകരണമായി ലോകത്തെ ദരിദ്രരുടെ എണ്ണം കൂട്ടാനും യുദ്ധത്തിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള ഉപകരണമായിട്ട് വർത്തിക്കുന്ന ശാസ്ത്രത്തെ മുഴുവൻ ആളുകളുടെയും ഒരു ഉപകരണമാക്കി വിമോചനത്തിനുള്ള ശക്തിയാക്കി മാറ്റുന്നത് വരെ പ്രവർത്തിച്ചേ മതിയാവും. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനത്തിൻ്റെയും അടിത്തറ അതായിരുന്നു. അതോ പക്ഷെ ശാസ്ത്രത്തെ ഉപേക്ഷിച്ചല്ല ചെയ്യുന്നത്, അവസാന നിമിഷം വരെ അദ്ദേഹം ശാസ്ത്രജ്ഞനായി തുടർന്നുകൊണ്ടാണ് ചെയ്യുന്നത്. ക്രിസ്റ്റലോഗ്രാഫിയുടെ, വേൾഡ് ക്രിസ്റ്റലോഗ്രാഫി അസോസിയേഷൻ്റെ പ്രസിഡന്റാണ് മരണം വരെ അദ്ദേഹം. അപ്പോൾ അവസാന ദിവസങ്ങളിൽ വരെ എങ്ങനെയാണ് ക്രിസ്റ്റലോഗ്രാഫി ജീവന്റെ ഘടനയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ സിദ്ധാന്തങ്ങളെ സഹായിക്കുക എന്ന ഗവേഷണത്തിൽ അദ്ദേഹം മുഴുകാണ്. അതേസമയം വേൾഡ് കൗൺസിൽ ഓഫ് പീസിൻ്റെ അധ്യക്ഷനാണ് അദ്ദേഹം. അതേസമയം സയൻറ്റിഫിക് വർക്കേഴ്സിൻ്റെ ഫെഡറേഷൻ്റെ അഖില ലോക പ്രസിഡന്റും അദ്ദേഹം തന്നെയാണ്. ഈ 3-4 റോളുകളെ ഒരുമിച്ച് ചേർത്ത് കൊണ്ടുപോകുക എന്നുള്ള, അതോ വേൾഡ് പീസ് കൗൺസിലിൻ്റെ ഒന്നാമത്തെ അധ്യക്ഷൻ ജൂലിയറ്റ് ക്യൂറിയാണ്, നമ്മുടെ മാഡം ക്യൂറിയുടെ, അവർ ഇദ്ദേഹത്തിനെ പോലെ തന്നെ പ്രശസ്തനായ ശാസ്ത്രജ്ഞൻ, സമാധാനത്തിൻ്റെ സന്ദേശവാഹകനും. ഇവർ രണ്ടുപേരും യുദ്ധത്തിലെ ഉപദേഷ്ടാക്കളുമായിട്ടുണ്ട്. യുദ്ധത്തിൻ്റെ ഉപദേഷ്ടാവുന്നത് ബോധപൂർവമാണ്. അദ്ദേഹം തുടക്കം മുതലൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, മാർക്സിസ്റ്റുകാരനാണ്, ബ്രിട്ടീഷ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അംഗമാണ്, അത് തുറന്നു പറയുന്ന ആളുമാണ്. പലപ്പോഴും അമിതമായ സോവിയറ്റ് പിന്തുണ നൽകിയിരുന്ന ആളല്ലേ ബെർണൽ എന്ന് ബെർണലിനെ കുറിച്ച് ചോദ്യം വരുമായിരുന്നു. ബെർണൽ പറയുമായിരുന്നു ആണ്. അതിന് അദ്ദേഹത്തിന് കാരണമുണ്ടായിരുന്നു. സോവിയറ്റ് യൂണിയൻ്റെ പ്രത്യേകിച്ചും സ്റ്റാലിൻ്റെ കാലത്തെ പ്രവർത്തനത്തെക്കുറിച്ച് ശക്തമായ വിമർശനങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നെങ്കിലും സമാധാനത്തിൻ്റെ പരിപാലനത്തിന് വേണ്ടിയിട്ടും ശാസ്ത്രം സമൂഹത്തിന് വേണ്ടി പ്രയോഗിക്കുന്ന കാര്യത്തിലുമൊക്കെ സോവിയറ്റ് യൂണിയൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ മുതലാളിത്തം മൊത്തത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന മറ്റു പ്രവർത്തനങ്ങളെക്കാൾ വളരെ പ്രധാനമായതുകൊണ്ട് ചിലത് വിശ്വസിക്കു പോവുകയും ചിലത് കണ്ണടക്കുക പോലും ചെയ്യേണ്ടി വരുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ചില ഘട്ടങ്ങളിൽ എതിർത്തുണ്ട്. ചെക്കോസ്ലോവാക്യയിലേക്കുള്ള സോവിയറ്റ് യൂണിയൻ്റെ ആക്രമണം അല്ലെങ്കിൽ കടന്നുകയറ്റത്തിനെയൊക്കെ അദ്ദേഹം ശക്തമായിട്ട് എതിർക്കുകയുണ്ടായി. പക്ഷെ എങ്കിൽ പോലും എതിർപ്പോടുകൂടി തന്നെ ഗൗരവതരമായി അംഗീകരിക്കേണ്ട ഒന്നാണ് കമ്മ്യൂണിസം എന്നും ശാസ്ത്രത്തിൻ്റെ വികാസം ഏറ്റവും നന്നായി നടത്താൻ കമ്മ്യൂണിസത്തിന് കീഴാണ് സാധിക്കുക. ശാസ്ത്രത്തിനെ അംഗീകരിക്കാൻ ഏറ്റവും നന്നായി കഴിയുന്ന ഒരു തത്വശാസ്ത്രവും ഭരണരീതിയും കമ്മ്യൂണിസവുമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അത് അവസാനം വരെ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ മെമ്പർഷിപ്പ് അവസാനം വരെ തുടർന്നിരുന്നില്ല. എങ്കിൽ പോലും അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. അതുണ്ടാക്കിയിട്ടുള്ള അനവധി പ്രശ്നങ്ങളുണ്ട്. ബ്രിട്ടീഷുകാരുടെ അഡ്വൈസറായിട്ട് യുദ്ധത്തിൻ്റെ ഉപദേശകനായി പിന്തുടരുന്ന കാലം ആർ വി ജി പറഞ്ഞല്ലോ അതിനെപ്പറ്റി. ഇദ്ദേഹം ബോധപൂർവം ചെയ്തതാണ്. കാരണം യുദ്ധത്തിൽ 2 ധർമ്മങ്ങളുണ്ട്. ഫാഷിസത്തിനെയാണ് എതിർക്കുന്നത്. ഫാഷിസത്തിനെ എതിർക്കുന്ന ബ്രിട്ടന് ശാസ്ത്രത്തിൻ്റെ സഹായം എത്തിച്ചു കൊടുക്കേണ്ടത് ഒരു ശാസ്ത്രജ്ഞൻ എന്ന നിലയ്ക്ക് തൻ്റെ ധർമ്മമാണെന്നുള്ള ചുമതലാബോധം കൂടിയുണ്ട് അതിൻ്റെ പുറകിൽ. അദ്ദേഹം ചെയ്തിരുന്ന പ്രവർത്തനത്തിൻ്റെ യുദ്ധോപദേഷ്ടാവുന്ന നിലയ്ക്ക് ബെർണൽ നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെയൊക്കെ ഒരു വലിപ്പം യുദ്ധത്തിൻ്റെ നേരിട്ടുള്ള എല്ലാ മേഖലകളിലും എത്തുകയാണ്. പ്രധാനപ്പെട്ട ബ്രിട്ടീഷ് കമ്പൈൻഡ് ഫോഴ്സസിൻ്റെ കമാൻഡൻറ്റ്, അതിൻ്റെ നേതാവ് നമ്മുടെ മൗണ്ട് ബാറ്റനാണ്, ഇന്ത്യയുടെ ഒന്നാമത്തെ ഗവർണർ ജനറലായിട്ടുള്ള മൗണ്ട് ബാറ്റൻ. അപ്പോൾ മൗണ്ട് ബാറ്റനാണ് തന്ത്രപ്രധാനമായ യുദ്ധത്തിൻ്റെ ആസൂത്രണം. മൗണ്ട് ബാറ്റൻ്റെ ഉപദേഷ്ടാവായിട്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. മൗണ്ട് ബാറ്റനായിട്ട് വലിയ ഗാഠമായ ബന്ധമാണ്. കമ്മ്യൂണിസ്റ്റാണെന്ന് അറിഞ്ഞുകൊണ്ടൊക്കെ ഇതിന് ആ തമാശയൊക്കെ പറഞ്ഞില്ലേ, അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ഇവരുടെ സ്വാഭാവികമായിട്ടുള്ള യുദ്ധതന്ത്രങ്ങളെ ഒന്നും നേരിട്ട് ഇദ്ദേഹം അംഗീകരിക്കുന്നില്ല.
ശാസ്ത്രമായിട്ടുള്ള ഇടപഴക്കം ഇല്ലാത്തതുകൊണ്ട് പലതും ശാസ്ത്രീയമായി തെറ്റാണ്. അപ്പോൾ പല യുദ്ധതന്ത്രങ്ങളും ആവിഷ്കരിക്കുന്നതിൽ ശാസ്ത്രം എങ്ങനെ ഫലപ്രദമായി പ്രയോജനപ്പെടുത്താം? എങ്ങനെയാണ് ഫലപ്രദമായി പ്രയോജനപ്പെടുത്തുന്നത്? ഒരു ഉദാഹരണം പറഞ്ഞാൽ ബോംബിങ് നടത്തണം. പക്ഷെ എങ്ങനെ ബോംബിങ് പരമാവധി ഉപദ്രവം കുറച്ച തരത്തിൽ ചെയ്യാം എന്ന തരത്തിൽ അതിനുള്ള പരീക്ഷണങ്ങൾ നടത്തുകയാണ്. ബോംബിങ് നടത്തുന്ന സമയത്ത് പരമാവധി ജീവരക്ഷ എങ്ങനെ നടത്താം എന്നതിൻ്റെ പരീക്ഷണങ്ങളുടെ നേതൃത്വം നൽകുന്നത് ബെർണലാണ്. ബ്രിട്ടീഷ് ചാനലിൻ്റെ ചാനൽ കടന്നുകൊണ്ട് ഫ്രാൻസിൽ ജർമ്മൻകാർ മുന്നേറിയിട്ടുണ്ട്. അവരെ കീഴടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ യുദ്ധതന്ത്രത്തിൻ്റെ ഒരു പ്രധാന ഭാഗം കടൽ തീരത്ത് കൂടി ടാങ്കുകൾ ഓടിച്ചുകൊണ്ടുള്ള ആക്രമണമാണ്. അപ്പം കടൽ തീരത്ത് എത്രത്തോളം ടാങ്കുകളും ബെർണലിൻ്റെ നീണ്ട സ്റ്റഡികളാണ് കടൽ തീരത്തിൻ്റെ ഘടനയെക്കുറിച്ചുള്ള ഘടനകൾ. അദ്ദേഹത്തിൻ്റെ ക്രിസ്റ്റലോഗ്രാഫി ഒക്കെ അതിന് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. കടൽ തീരത്ത് കൂടെ ടാങ്ക് എങ്ങനെ കൊണ്ടുപോകാതിരിക്കാം എന്നതിനെക്കുറിച്ചുള്ള അതിൻ്റെ ശാസ്ത്രം മുഴുവൻ വളരെ വിശദമായി റോമാക്കാരുടെ കാലത്ത് എങ്ങനെയാണ് കടൽ തീരങ്ങൾ ഉപയോഗിച്ചിരുന്നത് എന്നുള്ള ചരിത്രപരമായ അന്വേഷണം മുതൽ ആധുനിക ഉപകരണങ്ങളുടെ ഈ പോക്കും അതുണ്ടാക്കുന്ന ഘടനാ വ്യത്യാസമൊക്കെ അത്ഭുതകരമാണ്. വായിച്ചാൽ തന്നെ അതിൻ്റെ ആ കാലത്ത് ബ്രിട്ടൻ്റെ പ്രധാനപ്പെട്ട എല്ലാ യുദ്ധ മുന്നണികളും ആഫ്രിക്കയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ഒക്കെ എല്ലാ തലങ്ങളും അദ്ദേഹം സന്ദർശിക്കുകയാണ്. അദ്ദേഹത്തിന് പ്രത്യേകമായിട്ടുള്ളൊരു ഗ്രൂപ്പിനെ ഫോം ചെയ്തുകൊണ്ടുണ്ട്. ഇവിടെ ഓരോ സ്ഥലത്തും എങ്ങനെ ശാസ്ത്രീയമായി ഇടപെടാം എന്നതുമായി പല ഘട്ടങ്ങളിലും പട്ടാളത്തിൻ്റെ നേതൃത്വവും ഇദ്ദേഹവും തമ്മിൽ തർക്കങ്ങൾ ഏർപ്പെടുന്നുണ്ട്, ശാസ്ത്രീയമായിട്ടുള്ള തർക്കം. അവസാനം പല കാര്യങ്ങളും അദ്ദേഹത്തിന് വിജയിക്കുകയും മൗണ്ട് ബാറ്റൻ ഇദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ അംഗീകരിക്കുകയാണ്. ചില സന്ദർഭങ്ങളിൽ ഇതിൽ ഞാൻ ഒരു കത്ത് വായിക്കുണ്ടായി. മൗണ്ട് ബാറ്റൻ അദ്ദേഹത്തിൻ്റെ ചില റെക്കമെൻഡേഷൻ സ്വീകരിക്കാൻ വരുന്ന സമയത്ത് ഞാൻ ഖേദിക്കുന്നു, ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മൗണ്ട് ബാറ്റൻ നേരിട്ട് ബെർണലിന് കത്തയക്കുന്നുണ്ട്. താങ്കൾ പറഞ്ഞതാണ് ശരി, പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങൾ എനിക്കത് പൂർണ്ണമായിട്ടും സ്വീകരിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അത്രമാത്രം അടുത്ത ബന്ധം. അപ്പോൾ യുദ്ധകാലത്ത് എങ്ങനെയാണ് ഒരു ശാസ്ത്രജ്ഞൻ പെരുമാറുക? ഫാഷിസം നിങ്ങളുടെ മുഖ്യ ശത്രുവായിരിക്കുന്ന സമയത്ത് ഫാഷിസത്തിനെതിരായിട്ട് മഹാത്മാഗാന്ധി പോലും യുദ്ധത്തിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ ഒരു ഘട്ടമുണ്ടല്ലോ. അന്ന് മുഖ്യ ശത്രു ഫാഷിസമാണ്. എങ്ങനെ ഒരു സൈന്യത്തിനെ പരമാവധി ശാസ്ത്രത്തിന് സഹായിക്കാൻ പറ്റും? അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലുള്ള മുഴുവൻ ശാസ്ത്രജ്ഞന്മാരെയും ഈ ധർമ്മത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുകയൊക്കെ ചെയ്യും. അത് കഴിഞ്ഞ് അണുബോംബിൻ്റെ ആവിർഭാവം, അണുബോംബിനെ കുറിച്ചുള്ള ആകുലതകളൊക്കെ എല്ലാ ശാസ്ത്രജ്ഞന്മാരും ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. പൂർണ്ണമായിട്ടും മനസ്സിലായില്ലെങ്കിൽ ഇത് വീണോടുകൂടി പൂർണ്ണമായിട്ടും മനസ്സിലായി. അണുബോംബിൻ്റെ വീഴ്ചയോടുകൂടി ബെർണൽ അടക്കമുള്ള ശാസ്ത്രജ്ഞന്മാർ സമാധാനത്തിൻ്റെ രംഗത്തേക്ക് യുദ്ധം ഏതാണ്ട് അവസാനിക്കുകയും ചെയ്തിരുന്നു. യുദ്ധാവസാനം, രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാനം മുതൽ പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന പ്രവർത്തനം വേൾഡ് പീസുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. അത് ചെറിയ പ്രവർത്തനമൊന്നുമല്ല. ക്രെംലിൻ ആണെങ്കിലും വൈറ്റ് ഹൗസിനാണെങ്കിലും ബ്രിട്ടൻ ആണെങ്കിലും അംഗീകരിക്കാൻ നിവൃത്തിയില്ലാത്ത തരത്തിൽ ശാസ്ത്രീയമായി കാര്യങ്ങളെ ആർഗ്യൂ ചെയ്തു മനസ്സിലാക്കിക്കൊണ്ടാണ്. അതുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് ക്രെംലിനിലേക്കും ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്കും വൈറ്റ് ഹൗസിലേക്കും ഒരേ സമയം പ്രവേശനം ഉണ്ടായിരുന്ന ശാസ്ത്രജ്ഞൻ എന്നാണ്. ശാസ്ത്രജ്ഞൻ എന്ന നിലയ്ക്കും യുദ്ധത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളെന്ന നിലയ്ക്കും അസാധാരണമായിട്ടുള്ള ബ്രിട്ടൻ്റെ, സോവിയറ്റ് യൂണിയൻ്റെ, ഇദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനും കൂടി ആയതുകൊണ്ട് റഷ്യയിലെ അദ്ദേഹത്തിന് വലിയ സ്വാധീനം ഉണ്ടായിരുന്നു. ക്രൂഷ്യേവിൻ്റെ കാലത്തൊക്കെ റഷ്യയുടെ റഷ്യയുടെ സൈനിക നീക്കങ്ങളുടെയും യുദ്ധം വേണോ വേണ്ടയോ തീരുമാനിക്കുന്ന സൈനിക നയങ്ങളുടെയും അവസാന തീരുമാനമെടുക്കുന്നതിന് ആയിട്ട് ബന്ധപ്പെട്ട് ബെർണലിന് പലപ്പോഴും ഇടപെടേണ്ടി വന്നിട്ടുണ്ട്. വിജയകരമായി ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട്. ക്യൂബൻ മൂവ്മെൻറ്റിൻ്റെ ഒക്കെ ഈ ബേ ഓഫ് പിഗ്സിലെ മൂവ്മെൻറ്റിൻ്റെ ഒക്കെ കാര്യത്തിൽ, വിയറ്റ്നാം വാറിൻ്റെ കാര്യത്തിലൊക്കെയുള്ള അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലുകളെ കുറിച്ച് പറഞ്ഞു. ഇതൊന്നും നമ്മൾ അറിയുന്ന ബെർണലല്ല. സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമത്തോടൊപ്പം അപ്പോഴൊക്കെ മനസ്സിലാക്കേണ്ട അതിൻ്റെ കൂടെ തന്നെ 2-3 പ്രവർത്തനങ്ങൾ വേറെ നടത്തുകയാണ്. ഈ ഓരോന്നും അദ്ദേഹത്തിന് ശാസ്ത്രത്തിൻ്റെ റോളിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ബോധ്യം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശാസ്ത്രത്തിൻ്റെ, അത് സയൻസിൻ ഹിസ്റ്ററി കൂടിയാണെങ്കിലും സോഷ്യൽ ഫങ്ഷൻ ഓഫ് സയൻസിൽ കൂടിയൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തി അദ്ദേഹം പറയുന്നുണ്ട്. മറ്റൊരു ഭാഗം ബെർണൽ ആദ്യകാലത്ത് എഴുതിയിട്ട് ചില പുസ്തകങ്ങൾ സത്യത്തിൽ നമ്മൾ വായിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ 2-3 പുസ്തകങ്ങൾ എനിക്ക് ഒന്ന് പരിശുദ്ധ വീണ്ടും തർജ്ജമ ചെയ്യേണ്ടതാണ്. അദ്ദേഹം ആദ്യം എഴുതിയിട്ടുള്ള പുസ്തകങ്ങളിൽ ഒന്ന് ദ വേൾഡ്, ദ ഫ്ലഷ് ആൻഡ് ദ ഡെവിൾ എന്ന് പറയുന്ന പുസ്തകമാണ്. ആ പുസ്തകം മനുഷ്യരാശിയുടെയും മനുഷ്യൻ്റെയും ഭാവിയെക്കുറിച്ചുള്ള ഒരു സംഗതിയാണ്. ആ പുസ്തകത്തിൽ മനുഷ്യരാശിയുടെ ഭാവി എങ്ങനെയായിരിക്കും? ആ പുസ്തകം എഴുതുന്ന 1930കളിലാണ്, ചെറുപ്പകാലം.
ചന്ദ്രനിലേക്കുള്ള സഞ്ചാരം, അന്തരീക്ഷത്തിലെ ബഹിരാകാശത്തെ ഇപ്പോൾ നമ്മൾ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്പേസ് പ്ലാറ്റ്ഫോംസ് ഒക്കെ ഉണ്ടല്ലോ, അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിൽ പ്രവചിച്ചിരിക്കുന്നു. മനുഷ്യൻ്റെ ഭാവിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഈ വരാനിരിക്കുന്ന കാലത്ത് ജീവിക്കുന്നതിന് മനുഷ്യൻ്റെ ഈ ശരീരം മതിയാവില്ല, ശരീരം മാറ്റേണ്ടി വരും. അതിന് ശാസ്ത്രീയമായ സാധ്യതകളുണ്ട്. ചില അവയവങ്ങളൊക്കെ അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ അടുത്ത കാലത്ത് ഞാൻ വായിച്ച നമ്മുടെ 22nd സെഞ്ച്വറി എന്നൊക്കെ പറയുന്ന എന്താണ് പ്രസിദ്ധമായൊരു പുസ്തകമുണ്ട്. അതിൽ പറയുന്നത് പിന്നെ ഇതേ കാര്യങ്ങൾ തന്നെയാണ്. കുറച്ച് കഴിയുമ്പോഴേക്ക് മനുഷ്യൻ മരണത്തിനെ കംപ്ലീറ്റ് ആയിട്ട് അതിജീവിച്ചിട്ടുണ്ടാവും. കയ്യൊക്കെ ഊരി മാറ്റി ഹൃദയം വേണമെങ്കിൽ ഒന്ന് തൽക്കാലത്തേക്ക് മുകളിലേക്ക് എത്തുമ്പോൾ അനവധി കോളനികൾ ഉണ്ടാക്കേണ്ടത് സൗരയൂഥത്തിൽ മാത്രമല്ല, അത് കടന്നിട്ട് ഉള്ളൊക്കെ പോണ്ടി വരും. അവിടേക്ക് സഞ്ചരിക്കാൻ തന്നെ ഒരുപാട് ദൂരമുണ്ട്. ഈ സാധാരണ നമ്മുടെ ശരീരം വെച്ചൊന്നും പറ്റില്ല. അപ്പോൾ റോക്കറ്റിൻ്റെ ഒരു ഭാഗം തള്ളിക്കളയുന്നത് പോലെ മനുഷ്യ ശരീരത്തിൻ്റെ ഒരു ഭാഗം ഹൃദയം ഇത് വേണ്ട, അത് കഴിഞ്ഞ് വേറെ അടുത്ത ഹൃദയം എടുത്ത് വെച്ചിട്ടായിരിക്കും മുകളിൽ പോവുക. അതൊക്കെ പിന്നെ പുതിയ ശാസ്ത്രത്തിൻ്റെ പ്രവചനങ്ങളാണ്. ഈ പ്രവചനം 1930കളിൽ പോലും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് CP സ്നോ എന്ന് പറയുന്ന പ്രസിദ്ധ ടു കൾച്ചേഴ്സിൻ്റെ ഒക്കെ ഓതർ പറയുന്നത് മനുഷ്യൻ്റെയും ലോകത്തിൻ്റെയും ഭാവിയെക്കുറിച്ച് നടത്താവുന്ന ശാസ്ത്രീയമായ പ്രവചനങ്ങളുടെ ഒരു അസാധ്യമായ ശ്രമം എന്നാണ് ആ പുസ്തകത്തിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് പുസ്തകങ്ങൾ വേറെ എഴുതിയിട്ടുണ്ട്. പിന്നെ വേൾഡ് വിത്തൗട്ട് വാർ, സമാധാന പരിശ്രമങ്ങളെക്കുറിച്ചുള്ള അതിഗംഭീരമായൊരു പുസ്തകം അദ്ദേഹത്തിൻ്റെ ഉണ്ട്. മാർക്സിസം ആൻഡ് സയൻസ് എന്ന് പറയുന്ന വേറൊരു പുസ്തകം അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് നീട്ടുന്നില്ല. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ പുസ്തകത്തിൽ ബെർണൽ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനെ, ബെർണൽ എന്ന് പറയുന്ന ബെർണാലിയനെ, ബെർണലിൻ്റെ എന്താണ് സയൻസ് ഓഫ് സയൻസിൻ്റെ ബെർണലിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശാസ്ത്രത്തെ എങ്ങനെ ശാസ്ത്രജ്ഞന്മാർക്ക് മാത്രമായിട്ട് വിട്ടുകൊടുക്കാനുള്ളതല്ല, ശാസ്ത്രം ആഴത്തിൽ ആസൂത്രണം ചെയ്യേണ്ട അസാധ്യ ശക്തിയുള്ളൊരു സംഗതിയാണ്. അത് മുഴുവൻ സമൂഹവും ഏറ്റെടുത്ത് അതിൻ്റെ എല്ലാ ഘടകങ്ങളിലും വേണം. സയൻസ് പോളിസി എന്ന് പറയുന്ന സാധനം, എല്ലാ രാഷ്ട്രങ്ങൾക്കും ശാസ്ത്രത്തിൻ്റെ നയമുണ്ടാവണം എന്ന, ഇപ്പോൾ എല്ലാവരും പേരിനെങ്കിലും നയമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടുള്ള നയം എന്നുള്ള വേറെ കാര്യം. അതിൻ്റെ ഒക്കെ തുടക്കം ആസൂത്രിതമായിട്ടുള്ള ശാസ്ത്രം, ശാസ്ത്രാസൂത്രണം, ശാസ്ത്രവും ഗവൺമെൻറ്റുകളും ശാസ്ത്രവും രാഷ്ട്രീയവും തമ്മിലുള്ള ബന്ധം, നിരന്തരമായ ബന്ധം പിന്നെ നമ്മുടെ ഭരണകൂടവുമായിട്ട് ശാസ്ത്രത്തിനും ശാസ്ത്രകാരന്മാർക്കും ഉണ്ടാവണം. കാരണം ശാസ്ത്രം എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന അത്തരത്തിലുള്ള വളരെ സമഗ്രമായൊരു ക്യാൻവാസ്, അതിലേക്ക് നീങ്ങുന്ന അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ പല വശങ്ങളും ഈ പുസ്തകത്തിൽ നിന്നാണ് ഈ പുസ്തകത്തിൻ്റെ മറ്റൊരു മനോഹാരിത. ബെർണൽ ഇങ്ങനെ ഒരു ആദർശ പുരുഷനൊന്നല്ല. ഞാൻ അടുത്ത കാലത്ത് ഈ പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരു റിവ്യൂ വായിച്ചപ്പോൾ ബെർണലിനെ ഒരു റിവ്യൂവിൽ ഹി വാസ് എ വെരി എമിനൻറ്റ് സയൻറ്റിസ്റ്റ് ഹൂ ലിവ്ഡ് എ ബൊഹീമിയൻ ലൈഫ് എന്നാണ് പറയാം. ബൊഹീമിയൻ ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൊഹീമിയൻ ലൈഫിനെ പറ്റി നമുക്ക് നമ്മുടെ മലയാള സംസ്കാരത്തിലൊക്കെ ജീവിച്ചിട്ടുള്ള നമുക്ക് തോന്നുക എന്താ പറയുക, ഒരു നിയമമില്ലാതെ അലക്ഷ്യമായി ആ ഒരു ഹിപ്പി ലൈനിൽ ജീവിക്കുന്ന. പക്ഷെ ഞാൻ നമ്മുടെ എയോട് ബൊഹീമിയൻ്റെ അർത്ഥം ചോദിച്ച് പറയുന്ന അങ്ങനെയല്ല. നിലവിലുള്ള കൺവെൻഷൻസിന് വിരുദ്ധമായി ലളിതമായി പിന്നെ സ്വതന്ത്രമായി ജീവിക്കുന്ന ആളുകൾ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. പിക്കാസോ ഒരു ബൊഹീമിയനാണെന്ന് പറയുക. പ്രഗത്ഭരായ ഒരുപാട് പേരുണ്ട്. ഈ ബെർണലിൻ്റെ ബൊഹീമിയൻ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത അദ്ദേഹത്തിന് സ്ത്രീകളുമായിട്ടുള്ള വലിയ അടുപ്പമാണ്. ഒരുപാട് കാമുകിമാരുണ്ടായിരുന്നു ബെർണൽ എന്ന് പറയാം. ഞാനൊരു കഥ കേട്ടിട്ടുള്ളത്, ആദ്യം ഈ പുസ്തകം തർജ്ജമ ചെയ്യാൻ പറഞ്ഞത് പിന്നെ MC നമ്പൂതിരിപ്പാടിനോടാണ്. ബെർണൽ തർജ്ജമകളിലെ ഏറ്റവും വലിയ സംഭാവന. ഇപ്പോൾ ബെർണലിൻ്റെ ഈ വിവരണം, ബെർണലിനെ കുറിച്ചുള്ള ഈ വിവരണം ബെർണലിനെ വളരെയധികം പിന്നെ ആരാധിക്കുന്ന MC-ക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഈ പുസ്തകം തർജ്ജമ ചെയ്യാതിരുന്നത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശരിയാണോ തെറ്റാണോ എന്ന് അറിയില്ല. കാരണം വളരെ മനോഹരമായിട്ട് 2 പുസ്തകങ്ങൾ തർജ്ജമ ചെയ്ത MC-യാണ്. MC-ക്ക് നന്നായിട്ട് അന്നേ അറിയാം. ഏതായാലും ഇതിപ്പോൾ ഈ എല്ലാ കൊച്ചുകുട്ടിയായിരുന്ന കാലം മുതൽ പതിവിലുള്ള ഇടത്തോട്ട് എന്ന അമ്മ പറഞ്ഞാൽ വലത്തോട്ട് പോകുന്ന സ്വഭാവമാണ് ബെർണൽ എപ്പോഴും കാണിച്ചിട്ടുള്ളത്. താടിയും തലയും നീട്ടിയിട്ടുള്ള ബെർണലിന് റദർഫോർഡൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാരായിട്ട് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ റദർഫോർഡൊക്കെ കുറച്ചും കൂടെ ചിട്ടയായിട്ടുള്ള ഇംഗ്ലീഷ് ജീവിതം നയിക്കുന്ന ആൾക്കാരാണ്. അവിടെയാണ് മൂപ്പര് ഇത്തിരി ഹിപ്പി സ്റ്റൈലിലൊക്കെ ചെല്ലുന്നത്. ഇവൻ നേരെയാവില്ല എന്ന് പറയുമായിരുന്നെങ്കിലും അതൊന്നും അനുസരിക്കാൻ തയ്യാറില്ലാത്ത ഒരു കക്ഷിയായിരുന്നു. കല്യാണം കഴിച്ച് പിന്നെ മുന്നോട്ടൊക്കെ പോയി. വളരെ ചെറുപ്പത്തിൽ കല്യാണം കഴിച്ചു, ഒരു സഹപ്രവർത്തനയെ തന്നെ കല്യാണം കഴിച്ചു. ഇതൊക്കെ ആണെങ്കിലും അദ്ദേഹത്തിന് ഒരുപാട് സ്ത്രീ സുഹൃത്തുക്കളുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ ഉള്ളതുപോലെയല്ല, ഇംഗ്ലണ്ടിലൊക്കെ സ്ത്രീ സൗഹൃദം, സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള സൗഹൃദത്തിന് വേറെ ഒരുപാട് ഡയമെൻഷൻസ് ഉണ്ട്. ഏതായാലും ആകെ അവരുടെ സർക്കിളിൽ ഇദ്ദേഹം ഒരു സ്ത്രീ സ്നേഹിയാണ്, അല്ലെങ്കിൽ ഒരുപാട് കാമുകിമാരുള്ള ഒരാളാണ്. അതൊക്കെ ഇതിനകത്ത് മനോഹരമായി പറഞ്ഞിട്ടുണ്ട്. അതൊന്നും അദ്ദേഹത്തിൻ്റെ ശാസ്ത്രജ്ഞൻ എന്ന നിലയ്ക്കോ സമാധാന പ്രവർത്തകൻ എന്ന നിലയ്ക്കോ
അല്ലെങ്കിൽ ലോകത്തെമ്പാടും അറിയപ്പെടുന്ന ഒരു വലിയ ശാസ്ത്രത്തിന് രാഷ്ട്രീയത്തിലുമൊക്കെ സ്വാധീനമുണ്ടാക്കിയ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഒരു കോട്ടവും ഉണ്ടാക്കിയിട്ടില്ല എന്നും കൂടി പറയട്ടെ. ഒടുവിൽ ഞാൻ പറയുന്നത്, എൻ്റെ പുസ്തകത്തിൻ്റെ മുഴുവൻ ഉള്ളടക്കം ഞാൻ പറയുന്നതിന് അർത്ഥമില്ല, നിങ്ങളൊക്കെ വായിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. വായിക്കാതിരിക്കരുത് ഈ പുസ്തകം, കാരണം അത്ര മനോഹരമായൊരു പുസ്തകമാണ്. ഇനി ആൻ്റണിയെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല, കാരണം ഈ പുസ്തകം തർജ്ജമ ചെയ്യുക അത്ര എളുപ്പമുള്ളൊരു സംഗതിയല്ല. ഒരു വലിയ ഇതിഹാസ തുല്യമായ ജീവിതത്തിനെ ഇത് പുസ്തകത്തിൻ്റെ തർജ്ജമ ചെയ്തിട്ടുള്ളത് ആൻഡ്രൂ ബ്രൗൺ എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം വലിയൊരു ശാസ്ത്രജ്ഞനാണ്, ശാസ്ത്രത്തിൽ വലിയ പശ്ചാത്തലമുള്ള, എങ്കിൽ പിന്നീട് പതുക്കെ ശാസ്ത്രം എഴുത്തിലേക്ക് കടന്ന ഒരു പ്രഗത്ഭനാണ്. അദ്ദേഹത്തിന് വളരെ പ്രശസ്തമായ വേറെയും ധാരാളം പുസ്തകങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ വലിയൊരു അഡ്വാൻറ്റേജ് എല്ലാവരും പറയുന്നത്, ബെർണലുമായി ബന്ധപ്പെട്ട ധാരാളം രേഖകൾ ആൻഡ്രൂ ബ്രൗണിന് കിട്ടുകയുണ്ടായി. അത് ഒരു അസാധ്യ ഗവേഷണമാണ് അതിൽ നടത്തിയിട്ടുള്ളത്. ഇതിൽ പറയുന്ന റെഫറൻസുകൾ, ഇതിൽ പറയുന്ന ആളുകളുടെ പേരുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ എങ്ങനെയാണ് ഈ പുസ്തകം എഴുതിയെന്ന് അത്ഭുതപ്പെടും. ആ പുസ്തകം സാമാന്യം കട്ടിയായ ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. ഏതോ ഒരു സ്ഥലത്ത് ഈ പുസ്തകം തർജ്ജമ ചെയ്യാൻ ഞാൻ ആദ്യം ഒരു ശ്രമം നടത്തിയെന്ന് എഴുതിയിട്ടുണ്ട്. തെറ്റാണ്, ഞാനല്ല നടത്തിയത്. എനിക്ക് എന്നോട് തർജ്ജമ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അന്ന് തിരക്കിൽ കഴിയുന്ന കാലമായതുകൊണ്ട് എനിക്ക് അന്നേ പറ്റില്ലാന്ന് തീരുമാനിച്ചു. ഞാൻ ഒന്ന് മറിച്ചു നോക്കുമ്പോൾ തന്നെ അത് ഇത്തിരി കട്ടിയാന്ന് എനിക്ക് അന്നേ തോന്നിയിരുന്നു. രണ്ടാമത്തെ കാര്യം, എൻ്റെ ഒരു സുഹൃത്തായ വേറെ കൃഷ്ണകുമാറുണ്ട്, കെ കൃഷ്ണകുമാർ. അദ്ദേഹത്തിനോട് ഞാനിതൊന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് ശ്രമിക്കാൻ പറഞ്ഞു. അദ്ദേഹം നന്നായി എഴുതും, ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം ഒരു ചാപ്റ്റർ ചെയ്തു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയാതെ അവസാനിപ്പിച്ചു. ആ ഒരു ഘട്ടത്തിലാണ് ആൻ്റണി ഞാൻ കണ്ടിട്ട്, ആൻ്റണി ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഇത് ഒന്ന് ഏറ്റെടുത്തുകൂടെ എന്ന് ഞാനൊരു പ്രഥമ സൂചന കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് കാവുമ്പായി അത് നിരന്തരമായി ഒക്കെ ചെയ്തു. ഏതായാലും അതിനേക്കാൾ അപ്പോൾ ആൻ്റണി ഇത് ചെയ്തത് ചെറിയൊരു കാര്യമല്ല. കാരണം ഈ പുസ്തകം തർജ്ജമ ചെയ്യുമ്പോൾ, ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത ഒരു വ്യക്തിയുടെ ജീവിതം എന്നതിനപ്പുറം ഒരു ശാസ്ത്രജ്ഞൻ്റെ ജീവിത ചരിത്രമൊക്കെ എഴുതുന്ന സമയത്ത് അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുള്ള ഹാർഡ് സയൻസ് പലപ്പോഴും ആ പുസ്തകത്തിൻ്റെ ഭാഗമാവാറില്ല. മാഡം ക്യൂറി റേഡിയം കണ്ടുപിടിച്ചു എന്നൊക്കെ ഒരു ഒഴുക്കൻ, അങ്ങനെയല്ല. ഈ പുസ്തകത്തിൽ ആ ശാസ്ത്രത്തിൻ്റെ, ഇപ്പം ജീവശാസ്ത്രത്തിൻ്റെ മോളിക്കുലാർ ബയോളജിയുടെ ഒരു വലിയ ആദ്യകാല പ്രവർത്തകനാണ് ഇദ്ദേഹം. അതിനെക്കുറിച്ച് ക്രിസ്റ്റലോഗ്രാഫിയെക്കുറിച്ചുള്ള ശാസ്ത്രീയ സിദ്ധാന്തങ്ങൾ പോലും ഈ പുസ്തകത്തിൽ സാമാന്യം നമുക്ക് മനസ്സിലാവുന്ന തരത്തിൽ വിവരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് ആൻ്റണി ഭംഗിയായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ആൻ്റണി തന്നെ പറഞ്ഞ ഒരു കാര്യം കൂടെ എനിക്ക് പറയാൻ പറ്റില്ല. അത് എല്ലാ പരിഷത്ത് യൂണിറ്റുകളും അനുവർത്തിക്കും കൂടി ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നു കൂടെ ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ പുസ്തകത്തിൻ്റെ തർജ്ജമയിൽ ആൻ്റണി പങ്കെടുത്തതുപോലെ തന്നെ പങ്കെടുത്ത ഒരു യൂണിറ്റ് ഉണ്ട് നമുക്ക്, കോലടി യൂണിറ്റ്. അവരുടെ താല്പര്യപ്രകാരമാണ് ഈ പ്രകാശനം നടക്കുന്നത്. ഈ തർജ്ജമയുടെ എല്ലാ ഘട്ടങ്ങളിലും ആൻ്റണിക്ക് പിന്തുണ. കാരണം 1040ഓളം പേജുള്ള ഈ പുസ്തകം, അത് തർജ്ജമ ധാരാളം ചെയ്തിട്ടുള്ള ഒരാളെന്ന നിലയ്ക്ക് എനിക്കറിയാം. അതത്ര എളുപ്പത്തിലൊന്നും പറ്റുന്ന പണിയല്ല. അതും ചിലപ്പോൾ പറഞ്ഞാൽ നിങ്ങളെ കയറി ആവേശിക്കും, മുന്നോട്ട് പോകാൻ കഴിയാത്ത സ്ഥിതിഗതികൾ ഉണ്ടാവും, വാക്കുകൾ നമ്മളെ കഷ്ടപ്പെടുത്തും. അപ്പോൾ അതിൻ്റെ ഓരോ ഘട്ടത്തിലും, മാത്രമല്ല കട്ടിയുള്ള ശാസ്ത്രം. പോറ്റി സാർ ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ വലിയ പിന്തുണ ശാസ്ത്രഭാഗങ്ങൾ തർജ്ജമ ചെയ്യുന്നതിൽ കിട്ടുന്നതിന് ആന്റണി പറയുണ്ടായി. ആ യൂണിറ്റിലെ ഓരോ പ്രവർത്തകരും എന്നെ നിരന്തരമായി പ്രയോജിപ്പിച്ചിരുന്നു എന്ന് ആന്റണി പറയുകയുണ്ടായി. അപ്പോൾ അതൊരു മാതൃകയാണ്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കൂ, എഴുതാൻ കഴിവുള്ള ധാരാളം പേര് കേരളത്തിൽ എങ്ങാനുണ്ട്, പരിഷത്ത് പ്രവർത്തകർ തന്നെ. അവരുടെയൊക്കെ യൂണിറ്റുകൾ ഇത്തരത്തിൽ ഒന്ന് ശ്രമിച്ചാൽ നമുക്ക് 1000 ചില്ലാൻ യൂണിറ്റ് ഉണ്ട്. എത്ര പുസ്തകങ്ങളായി! ഒന്ന് തിരുവനന്തപുരത്ത് ഭവൻ യൂണിറ്റ് 140 പേര് അംഗങ്ങളായിട്ടുള്ള യൂണിറ്റ് അടക്കമുള്ള നമ്മുടെ, ഞാൻ പറഞ്ഞ 1400 യൂണിറ്റ് നോക്കണ്ടേ, 200 യൂണിറ്റുകൾ ഇങ്ങനെ ശ്രദ്ധിച്ചാൽ എന്തായിരിക്കും നമ്മുടെ പ്രസാധന രംഗത്തെ ഒരു കുതിച്ചു ചാട്ടം എന്ന് ആലോചിക്കണം. അതൊന്നും ഭാഗം. രണ്ടാമത്തെ ഒരു കാര്യം, പരിഷത്തിന് ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റി നൽകുന്നുണ്ട്. ബെർണൽ ഏത് ശാസ്ത്രത്തെക്കുറിച്ചാണോ പറഞ്ഞിരുന്നത്, ആ ശാസ്ത്രം പരിപൂർണമായി ചവിട്ടിയരക്കപ്പെട്ട ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ശാസ്ത്രത്തിന് രാഷ്ട്രീയത്തിൽ ഒരു പങ്കുമില്ലെന്ന് ബെർണൽ ശാസ്ത്രജ്ഞൻ എന്ന നിലയ്ക്ക് ക്രെംലിനിലേക്കും വൈറ്റ് ഹൗസിലേക്കും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ വീട്ടിലേക്കും ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് 4-5 ജവഹർലാൽ നെഹ്റുവായിട്ട് 4-5 പ്രാവശ്യം ഇദ്ദേഹം ശാസ്ത്രവുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇന്ന് ഏത് പ്രധാനമന്ത്രിയാ ശാസ്ത്രത്തെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യം കാണിക്കുക? അത്തരമൊരു കാലത്ത് ശാസ്ത്രജ്ഞന്റെ സാമൂഹ്യധർമ്മം ആരോടാ നമ്മൾ സംസാരിക്കുക? എലോൺ മസ്കിനോടോ, അതോ ബിൽ ഗേറ്റ്സിനോടോ? ശാസ്ത്രത്തെ ലാഭത്തിൻ്റെ ഉപകരണമാക്കരുതെന്നും ധനികന് ദരിദ്രനെ ചൂഷണം ചെയ്യാനുള്ള ഉപകരണം മാത്രമായി ശാസ്ത്രം അവസാനിക്കുന്ന ഗതി പൂർണ്ണമായി അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ്റെ ജീവചരിത്രമാണത്. ഒരർത്ഥത്തിൽ ഇന്ന് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അദ്ദേഹം എന്തെങ്കിലുമൊക്കെ ചെയ്തേനെ. ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ശാസ്ത്രജ്ഞനെ നമുക്ക് ഏതെങ്കിലും സ്ഥലത്ത് കാണാൻ പറ്റുമോ?
പരിപൂർണമായി സാമൂഹ്യ ധർമ്മത്തിൽ നിന്ന് പിൻവാങ്ങി സ്വന്തം ലാബറട്ടറികളുടെ സ്വന്തം സിദ്ധാന്തങ്ങളുടെ മറവിൽ ഒളിവിൽ കഴിയുന്ന ശാസ്ത്രജ്ഞന്മാരായി ഇന്ന് അധികമുള്ളത്. ശാസ്ത്രം സാമൂഹ്യ ധർമ്മത്തിൽ നിന്ന് ഏറെ പിന്നോക്കം പോയിരിക്കുന്നു. അതിനു പകരം സ്തുതിപാഠക വൃന്ദങ്ങളാണ് ഉണ്ടായി വരുന്നത്. IIT-കളെ കുറിച്ച് കേൾക്കുന്നില്ല, നമ്മുടെ IIT-കളിലെ ശാസ്ത്രത്തിൻ്റെ പോക്കിനെ കുറിച്ചൊക്കെ. അപ്പം ഇത് ശാസ്ത്രത്തിൻ്റെ ധർമ്മത്തെ. പക്ഷേ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ശാസ്ത്രത്തിനെതിരായ ശാസ്ത്ര നിഷേധം സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് നമ്മൾ വേണ്ടത്. 20-ാം നൂറ്റാണ്ടിൽ അനവധി ബർണലും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരായിട്ടുള്ള അനവധി ആളുകളും ചേർന്ന് ശാസ്ത്രത്തിൻ്റെ അതിശക്തമായ സാധ്യതകളെക്കുറിച്ച് മുന്നോട്ട് വെച്ചത് മുഴുവൻ അപ്രസക്തമായോ? അതോ ആ പ്രസക്തി വീണ്ടെടുക്കുന്നതിനെക്കുറിച്ചുള്ള പുനരാലോചനകളും പുനർവായനകളും പുതിയ കാലഘട്ടത്തിൽ ആവശ്യമില്ലേ? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും സാമൂഹ്യ ധർമ്മവും തമ്മിൽ എന്ത് ബന്ധം എന്ന് ആലോചിച്ചില്ലെങ്കിൽ അത് ലാഭം ഉണ്ടാക്കുന്നതിന് മാത്രമുള്ള ഒരു ഉപകരണമായിട്ട് മാറില്ലേ? റോബോട്ടിക്സിൻ്റെ കാര്യം അതല്ലേ? ഒരു ഭാഗത്ത് ശാസ്ത്രത്തിൻ്റെ അനിതര സാധാരണമായ വളർച്ച സംഭവിക്കുന്നു, അതുപോലെ തന്നെ സാമാന്യ ജനങ്ങളിൽ നിന്നുള്ള ശാസ്ത്രത്തിൻ്റെ അകൽച്ചയും അതിവേഗത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ബർണൽ അന്ന് പറഞ്ഞ കാര്യങ്ങളിൽ 1-to-1 കറസ്പോണ്ടൻസ് എന്ന കാലമായിട്ടുണ്ടാവില്ല. പക്ഷെ ബർണൽ അന്ന് പറഞ്ഞ കാര്യങ്ങളുടെ സത്ത നമ്മുടെ കാലഘട്ടത്തിലേക്ക് സംവദിപ്പിച്ച് പ്രൊജക്റ്റ് ചെയ്ത് പുതിയ ആലോചനകൾക്ക് തുടക്കം കുറിക്കാൻ പരിഷ്ഠർക്കമുള്ള എല്ലാവർക്കും ഇന്ന് രാഷ്ട്രീയം സംസാരിക്കുന്ന ധാരാളം പേര് ശാസ്ത്രം സംസാരിക്കുന്ന രാഷ്ട്രീയക്കാരനെ കാണാൻ പറ്റുമോ? രാഷ്ട്രീയം സംസാരിക്കുന്ന ശാസ്ത്രജ്ഞൻ എവിടെ? ശാസ്ത്രവും രാഷ്ട്രീയവും തമ്മിലുള്ള നിരന്തര സംവാദങ്ങളെക്കുറിച്ചായിരുന്നു ബർണൽ പറഞ്ഞുകൊണ്ടിരുന്നതും പ്രയോഗിച്ചുകൊണ്ടിരുന്നതും. അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടത്തിലുള്ള യാത്രകളെ കുറിച്ച് ഡൽഹി, ബീജിംഗ്, വിയറ്റ്നാം, ഈ പ്രധാനപ്പെട്ട മുഴുവൻ തലസ്ഥാനങ്ങളിലേക്കും ശാസ്ത്രത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശം ഒരുമിച്ച് എത്തിച്ചുകൊണ്ട് അദ്ദേഹം സഞ്ചരിച്ചിരുന്നത്. ഇപ്പം നമ്മുടെ ലാബറട്ടറികളിൽ അദ്ദേഹം പോവും. പ്രധാനപ്പെട്ട നമ്മുടെ GN രാമേന്ദ്രൻ എന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തനായിട്ടുള്ള ശാസ്ത്രജ്ഞന് അദ്ദേഹത്തിൻ്റെ പ്രോട്ടീൻ ഘടനയുമായി ബന്ധപ്പെട്ട ഗവേഷണത്തിന് മുഖ്യമായ സൂചനകൾ ചിലത് നൽകിയത് ബർണലാണ്. ബർണലിൻ്റെ കൂടെ അങ്ങനെ എത്രയെത്ര നോബൽ സമ്മാനം നേരിട്ട് കിട്ടിയിട്ടില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും ശിഷ്യകളുമായിട്ടുള്ള 5 പേർക്കോ 6 പേർക്കോ നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അതിൽ ഡൊറോത്തി എന്ന് പറയുന്ന ഒന്നാമത്തെ പ്രഥമ ശിഷ്യ എൻ്റെ നോബൽ പ്രൈസ് ബർണലായിട്ട് ഷെയർ ചെയ്യണം എന്ന് പറയുകയും ചെയ്തു. അദ്ദേഹം വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അനവധി എത്രയോ ഗവേഷക വിദ്യാർത്ഥികൾ കൃതജ്ഞതാപൂർവ്വം അദ്ദേഹത്തിന് ഇപ്പോഴും ഫ്രാൻസിസ് ക്രിക്കും വാട്സനും ഇവർ രണ്ടുപേരും എപ്പോഴും ഓർമ്മിക്കുന്ന പേരുകളിലൊന്നാണ്. അപ്പോൾ ശാസ്ത്രത്തിൻ്റെ ആധുനിക ശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാക്കൾ അടിത്തറ പാകിയ പ്രധാനികളുടെ പേരിൻ്റെ കൂട്ടത്തിലേ ഉണ്ട്. ഇപ്പം നമ്മൾ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോൾ പല ഘട്ടങ്ങളിലും കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു എന്നതുകൊണ്ടും ഇടതുപക്ഷ പ്രവർത്തകനായിരുന്നു എന്നതുകൊണ്ടും ബർണൽ അവഗണിക്കപ്പെട്ടിട്ടുണ്ട്. യുദ്ധത്തിൻ്റെ പ്രധാന ഉപദേശകനായി പ്രവർത്തിച്ച അദ്ദേഹത്തിനെ ബ്രിട്ടീഷ് ഗവൺമെൻറ് തന്നെ പ്രധാനപ്പെട്ട പല മീറ്റിങ്ങുകളിലും കയറ്റാതെ മാറ്റി നിർത്തിയിട്ടുണ്ട്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട്. അപ്പോൾ ഈ കരുവേപ്പില പോലെ എടുത്ത് കളയുന്ന പരിപാടി. അപ്പോൾ ഈ പലതും അപ്പം നമുക്ക് ബർണലിനെ വീണ്ടും ഒന്ന് മനസ്സിലാക്കാൻ, ബർണൽ ഉയർത്തിപ്പിടിച്ച ശാസ്ത്രത്തിൻ്റെ സാമൂഹ്യ പ്രതിബദ്ധതയെക്കുറിച്ചുള്ള സിദ്ധാന്തങ്ങൾ ഉയർത്തിപ്പിടിക്കാനൊക്കെ വീണ്ടും ഒരു അവസരം ഉണ്ടാക്കി തരുന്നൊരു പുസ്തകം എന്ന നിലയ്ക്കുള്ള പ്രസക്തി കൂടി നമ്മൾ കാണണം. പരിഷത്തിനെ സംബന്ധിച്ചിടത്തോളം, ശാസ്ത്രത്തിൽ താല്പര്യം മുഴുവൻ ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പ്രസക്തിയും കൂടെ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവണം. ധാരാളം പുതിയ ചർച്ചകൾക്ക് വഴിവെക്കുന്ന ഒന്നായിട്ട് ഈ പുസ്തകത്തെ മാറ്റാൻ നമുക്ക് കഴിയട്ടെ. അതായിരിക്കണം ഈ പുസ്തകത്തിൻ്റെ ധർമ്മം. ഇനി അവസാനം ഒരു കാര്യം കൂടി പറയട്ടെ. അത് നമ്മുടെ ഈ വലിയൊരു പുസ്തകമാണിത്. ഇത് കുറച്ചും കൂടെ കേമമായിട്ട് നമുക്ക് ഇറക്കാൻ സാധിക്കേണ്ടതാണ്. കാരണം ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകിച്ച് നമ്മൾ ഈ 2 കണ്ണും വേറെ വേറെ ആയിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ടല്ലോ, നടക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഈ പുസ്തകം ഒരുമിച്ച് തന്നെ പ്രസിദ്ധീകരിക്കേണ്ടതായിരുന്നു. അതായത് ഈ ചില പുസ്തകങ്ങൾ ഇപ്പോൾ സയൻസ് ഹിസ്റ്ററി 1ാമത്തെ വോളിയം മാറ്റി വെച്ചിട്ട് 2ാമത്തെ വോളിയം വായിക്കാം. ഇതങ്ങനെ പറ്റില്ല. അദ്ദേഹം 1948 വരെ ജീവിച്ച ശേഷം രാവിലെ എണീറ്റു, പിറ്റേ ദിവസം രാവിലെ എന്താ ചെയ്തതെന്ന് അറിയണമെങ്കിൽ ഈ പുസ്തകത്തിൽ പോകണം. അത് പ്രശ്നമാണ്, അത് ശരിയാവില്ല. അതുകൊണ്ട് ഈ പുസ്തകം ഒരു ഒറ്റ പുസ്തകമായിട്ട് തന്നെ ഇറക്കേണ്ടതാണ്. ഇപ്പോൾ ഇനി നിവൃത്തിയുണ്ടോ എന്ന് അറിയില്ല. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, വളരെ പ്രധാനപ്പെട്ട, അത് ക്രൗൺ മൺഫോർത്ത് മാസ്റ്റർ പുസ്തകം ഇറക്കിയ സൈസിൽ ഇറക്കിയാൽ മതി. അതേപോലെ ഇൻഡെക്സ് വേണം. ഇതിൽ നമ്മൾ ബഹുമാനിക്കുന്ന, നമ്മൾ അറിയുന്ന 100 കണക്കിന് പ്രഗത്ഭരായ, ഇതിൽ കാണാത്ത 20-ാം നൂറ്റാണ്ടിനെ മുന്നോട്ട് നയിച്ച മുഴുവൻ ആളുകളുടെയും പേര് കാണാം അതിനകത്ത്.
നമ്മുടെ ജവഹർലാൽ നെഹ്റു മുതൽ ഇങ്ങോട്ട് ലോകത്തിൻ്റെ എല്ലാ, ഹംഗറി, ചെക്കോസ്ലോവാക്യ, ജർമ്മനി, ഏത് രാജ്യം എടുത്തോളൂ അവിടുത്തെ ഒക്കെ ലാബറട്ടറികളും ഗവേഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞരൊക്കെ, സമാധാന പ്രവർത്തകരൊക്കെ ഇതിൽ കഥാപാത്രങ്ങളും. അപ്പോൾ അതുകൊണ്ട് അവരെയൊക്കെ റെഫർ ചെയ്യാൻ, പ്രധാനപ്പെട്ട സംഭവങ്ങളെ റെഫർ ചെയ്യാൻ, ശാസ്ത്രപദങ്ങൾ റെഫർ ചെയ്യാൻ ഒരു ഇൻഡെക്സ് ഇതിന് ആവശ്യമാണ്. തൃശ്ശൂർക്കാർ ചെന്നിട്ട് പ്രസിദ്ധീകരണ സമിതിയിൽ ചെറിയൊരു ധർണ നടത്തി ഈ കാര്യം അവരെ അറിയിക്കൂ. പിന്നെ അപ്പോൾ ഇതിൽ കൂടുതൽ ഈ ഒരു ദിവസം മുഴുവൻ സംസാരിക്കാൻ മാത്രം എൻ്റെ കയ്യിലുണ്ട്, ഞാൻ സംസാരിക്കുന്നില്ല. അപ്പോൾ ഗംഭീരമായ പുത്തൻ ആലോചനകളുടെ ഒരു തുടക്കമായിട്ട് ഈ പുസ്തകം മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അതിൽ കവിഞ്ഞ ഒരു ബഹുമാനം നമുക്ക് കൊടുക്കാൻ കഴിയില്ല. ഈ പ്രവർത്തനത്തിൻ്റെ പുറകിൽ അഹോരാത്രം പ്രവർത്തിച്ച ആൻ്റണിക്ക് വലിയ പ്രശംസ അദ്ദേഹം അർഹിക്കുന്നു. അത് നമ്മൾ ഒരു വലിയ കൈകൊട്ടുന്നു.